എന്തായാലും ഇനി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഈ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ഒരു അവസ്ഥയിൽ ഇത് നേരത്തെ ഉരുത്തിരിഞ്ഞൊരു പ്രശ്നമാണ് ഈ സീറ്റുമായ കാര്യത്തിൽ. എന്തായാലും 10 സീറ്റ് ഞങ്ങൾക്ക് വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഈ ചർച്ചകളെല്ലാം അലസി പിരിയുമ്പോഴും ഇനിയുള്ള ഭാവി എന്താണ്? ഈ ഭിന്നത ഈ ശക്തമായി നിലനിൽക്കുമ്പോൾ കോൺഗ്രസ് ജോസഫ് വിഭാഗവും തമ്മിലുള്ളൊരു തർക്കം ഇനി ഏത് രീതിയിലേക്കാണ് മുന്നോട്ട് പോവുക? 10 സീറ്റ് എന്നത് 9 സീറ്റ് എന്ന ധാരണയിൽ എന്നാക്കാം എന്ന തീരുമാനത്തിലേക്ക് കേരള കോൺഗ്രസ് എത്തിയിരുന്നു. ഇടുക്കി വിട്ടു നൽകാം, ഇടുക്കിയിൽ അവിടെ കോൺഗ്രസ് മത്സരിക്കട്ടെ, കോൺഗ്രസ് നൽകാം, ഏകപക്ഷീയമായി തന്നെ കോൺഗ്രസിന് ആ സീറ്റ് വിട്ടു നൽകാം എന്ന നിലപാടായിരുന്നു കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്വീകരിച്ചത്. പക്ഷേ അങ്ങനെ ഒരു നിലപാടിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു വിട്ടുവീഴ്ചയിലേക്ക് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം എത്തിയതിനു ശേഷമാണ് ഇപ്പോ മറ്റ് 2 സീറ്റുകൾ കൂടി അവർ ആവശ്യപ്പെടുന്നത്, ഏറ്റുമാനൂരും കുട്ടനാടും. അത് അംഗീകരിക്കാൻ കഴിയില്ല. അത് അംഗീകരിച്ചാൽ അത് ഈ പാർട്ടിയുടെ അസ്തിത്വത്തെ തന്നെ ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ പൂർണ്ണമായി വഴങ്ങിക്കൊടുത്ത് പൂർണ്ണമായും ഏകപക്ഷീയമായ ഒരു നിലപാടിലേക്ക് കോൺഗ്രസിന് വഴങ്ങിക്കൊടുക്കേണ്ടതില്ല എന്ന നിലപാടാണ് ഇപ്പോൾ ഇന്നലെ ക്രിസ്തുവിൻ ഐസക്കാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കേരള കോൺഗ്രസ് സീറ്റ് ചർച്ച അലസിപ്പിരിയുകയാണ്. 3 സീറ്റുകൾ വിട്ടു നൽകണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഇടുക്കി, ഏറ്റുമാനൂർ, കുട്ടനാട് സീറ്റുകൾ വിട്ടു നൽകണമെന്നാണ് കോൺഗ്രസിന്റെ ഒരു പ്രധാന ആവശ്യം. ഇടുക്കിയും തൃക്കരിപ്പൂരും നൽകാമെന്നാണ് കേരള കോൺഗ്രസിന്റെ നിലപാട്. 10 സീറ്റുകളിലാണ് കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മത്സരിച്ചത്. എന്തായാലും ഈ ചർച്ചകളൊക്കെ അലസിപ്പിരിയുന്ന ഒരു സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും തമ്മിലുള്ള ഭിന്നത അതിരൂക്ഷമായി തുടരുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്.